ജോൺസൺ എന്തോ രോഗമാണ്. ഡോക്ടർമാർ ആകുന്നു ശ്രമിച്ചിട്ടും രോഗം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടർമാർ മരുന്നുകൾ മാറി മാറി കൊടുത്തു. എന്നിട്ടും ഒരു വ്യത്യാസവുമില്ല. അതോടൊപ്പം ജോൺസന്റെ ഓർമ്മയും നഷ്ടപ്പെട്ടു. എന്നാൽ ജോൺസന്റെ ഭാര്യ വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. ദൈവത്തോട് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് തൊഴുത്തിൽ നിന്നിരുന്ന നല്ല തടിച്ചു കൊഴുത്ത പശുവിനെ വിറ്റ് ആ പണം ഞാൻ നേർച്ചപ്പെട്ടിയിൽ ഇട്ടോളാമെന്ന് അവൾ ദൈവത്തോട് നേർന്നു. ദൈവത്തിന്റെ ദയാൽ ജോൺസന്റെ ഓർമ്മ തിരികെ വന്നു. നല്ല വ്യത്യാസവും വന്നു. ഡിസ്ചാർജായി അയാൾ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഭാര്യ തന്റെ നേർച്ചയെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു. പശുവിനെ വിൽക്കുവാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. നീ ധൃതി വെച്ച് നേർന്നത് എന്തിനാണ്? 2 ദിവസം ഒന്ന് ക്ഷമിക്കാൻ വയ്യായിരുന്നോ? അല്ലെങ്കിൽ ഒരു 50 100 കൊടുക്കാമെന്ന് നേർന്നാൽ പോരായിരുന്നോ? അതിന് പശുവിനെ വിറ്റ് കൊടുക്കണമെന്നൊക്കെ നേരേണ്ട കാര്യമുണ്ടോ? അയാൾ ദേഷ്യത്തോടെ പിറുപിറുത്തു. ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ജോൺസൺ പശുവിനെ വിൽക്കുവാൻ ചന്തയിലേക്ക് കൊണ്ടുപോയി. കൂടെ അയാളുടെ പൂച്ചയെയും കൊണ്ടുപോയി. ചന്തയിൽ പശുവിനെ വാങ്ങുവാൻ വന്നവർ പശുവിന്റെ വില കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വെറും 1 രൂപ. എനിക്ക് വേണമെന്ന് ആളുകൾ തിക്കിത്തിരക്കി. ഉടനെ ജോൺസൺ ഒരു നിബന്ധന വെച്ചു. എന്താണ് നിബന്ധന എന്ന് ആളുകൾ തിരക്കി. ഈ പൂച്ചയെ വാങ്ങുന്നവർക്ക് മാത്രമേ പശുവിനെ വിൽക്കൂ. കാരണം ഈ പൂച്ച ഈ പശുവിന്റെ പാൽ മാത്രമേ കുടിക്കൂ. ജോൺസൺ പറഞ്ഞു. ഓ, പൂച്ചയോ? ആ പൂച്ചയ്ക്ക് എന്താ വില? ആളുകൾ ചോദിച്ചു. വെറും 25,000 അയാൾ പറഞ്ഞു. 25,001 രൂപ കൊടുത്ത് പൂച്ചയെയും പശുവിനെയും കൂടി ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി. ജോൺസൺ സന്തോഷത്തോടെ പള്ളിയിൽ ചെന്ന്, ദൈവമേ, പശുവിനെ വിറ്റ 1 രൂപ ഇതാ എന്നും പറഞ്ഞ് കാണിക്ക വഞ്ചിയിൽ 1 രൂപ ഇട്ടിട്ട് ബാക്കി 25,000 രൂപ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പൂച്ച അവിടെ നിന്നില്ല. പിറ്റേ ദിവസം തന്നെ അത് വീട്ടിലേക്ക് മടങ്ങി വന്നു. പൂച്ചയെ വാങ്ങിച്ചവർ ജോൺസന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു വന്ന് പ്രശ്നമുണ്ടാക്കി. പൂച്ചയെ പിടിക്കാനായി പൂച്ചയുടെ പുറകെ ഓടിയതും കാൽ തെറ്റി ജോൺസൺ അതാ താഴെ കിടക്കുന്നു. തലയിടിച്ച് വീണിട്ട് അയാളുടെ ബോധം പോയി. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങുവാൻ എഴുതി കൊടുത്തു. മരുന്ന് വാങ്ങിച്ചിട്ട് എത്ര രൂപയായി എന്ന് ചോദിച്ചപ്പോൾ 25,000 എന്ന് അവർ പറഞ്ഞു. ജോൺസൺ കാണിക്കവഞ്ചിയിൽ ഇടാതെ വീട്ടിൽ കൊണ്ടുവന്ന ആ 25,000 രൂപ ഭാര്യ എടുത്ത് മരുന്നിന് കൊടുത്തു. ദൈവത്തെ കബളിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂടന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കുക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്?